ത്രിപുരയിലെ ക്രിസ്ത്യൻ മിഷണറി സ്കൂളിൽ പൂജ നടത്തണമെന്ന തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെ ആവശ്യത്തിനെതിരെ പ്രിൻസിപ്പൽ പരാതി നൽകി. ഉദയ്പൂരിനടുത്തുള്ള ദജനഗറിലെ ഡോൺ ബോസ്കോ സ്കൂളിലെ പ്രിൻസിപ്പളായ സിസ്റ്റർ ടെസി ജോസഫാണ് ഇവരിൽ നിന്നും സംരക്ഷണം ആവശ്യപ്പെട്ട് ജില്ലാ മജിസ്ട്രേറ്റിന് പരാതി നൽകിയത്. ഇത്തരം നിയമവിരുദ്ധമായ പ്രവൃത്തി തടയാനും ഇന്ത്യൻ ഭരണഘടന പ്രകാരം സ്ഥാപനത്തെയും അതിൻ്റെ സ്വത്തും അതിൻ്റെ അവകാശവും സംരക്ഷിക്കാൻ നടപടിയെടുക്കണമെന്നും അപേക്ഷയിൽ അഭ്യർത്ഥിച്ചു. ഇത്തരത്തിൽ സ്കൂളിൽ പൂജ നടത്തുന്നതിനായി ഇക്കൂട്ടർ നിരവധി തവണ എത്തി ഭീഷണി മുഴക്കിയതായും പ്രിൻസിപ്പൽ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. ജില്ലാ മജിസ്ട്രേറ്റിൽ നിന്ന് പ്രതികരണം ലഭിച്ചില്ലെങ്കിലും വിഷയം പരിശോധിച്ച ശേഷം ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതായി പ്രിൻസിപ്പൽ വെളിപ്പെടുത്തി. തൻ്റെ മുൻഗാമിയായ ബെനഡിക്ട് 16 ബന്ധത്തെക്കുറിച്ചുള്ള ഫ്രാൻസിസ് പാപ്പായുടെ അഭിമുഖം പുസ്തക രൂപത്തിലെത്തും. പാപ്പായുമായി ഒരു സ്പാനിഷ് പത്രപ്രവർത്തകൻ നടത്തിയ അഭിമുഖമാണ് പുസ്തകമാകുന്നത്. പുസ്തകം 2024 ഏപ്രിൽ 3 പ്രകാശനം ചെയ്യുമെന്ന് സ്പാനിഷ് പ്രസാധകരായ പ്ലാനറ്റോ പബ്ലിഷിംഗ് ഹൗസ് പ്രസ്താവിച്ചു. പിൻഗാമി ബെനഡിക്ട് 16 കുറിച്ചുള്ള എൻ്റെ ഓർമ്മകൾ എന്നതാണ് പുസ്തക രൂപത്തിലിറങ്ങുന്ന അഭിമുഖത്തിൻ്റെ പേര്. ഒരേ സമയം 2 മാർപ്പാപ്പമാർ റോമിൽ താമസിച്ചതുപോലെയുള്ള അഭൂതപൂർവമായ ഒരു കാലത്തെക്കുറിച്ചുള്ള തൻ്റെ ഓർമ്മകളാണ് പാപ്പ പങ്കുവയ്ക്കുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപത 25ാമത് ബൈബിൾ കൺവെൻഷന് ചങ്ങനാശ്ശേരി മെത്രിപ്പോലിത്തൻ പള്ളി മൈതാനത്ത് തുടക്കമായി. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കെനിയയുടെ തലസ്ഥാനമായ നൈറോബിയിൽ മിഷൻ തീക്ഷ്ണതയോടെ 50,000-ലധികം കുഞ്ഞു മിഷണറിമാർ ഒരുമിച്ച് കൂടിയ വാർത്ത മാധ്യമ ശ്രദ്ധ നേടുന്നു. അതിരൂപത വാർഷിക ദിവ്യകാരുണ്യ ആഘോഷത്തിൽ പങ്കെടുക്കാനാണ് 120 കത്തോലിക്ക ഇടവകകളിൽ നിന്നുള്ള പൊന്തിഫിക്കൽ മിഷണറി ചൈൽഡ്ഹുഡ് അംഗങ്ങളായ 1,00,000-ഓളം വിദ്യാർത്ഥികൾ ഒന്നുചേർന്നത്. നെയ്റോബി ആർച്ച് ബിഷപ്പ് ഫിലിപ്പ് സുബിറ അനിയാലോ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഹെയ്ത്തിയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകളെക്കുറിച്ച് ബിഷപ്പ് പിയറി ആന്ദ്രേ ഡുമാസിന്റെ വെളിപ്പെടുത്തൽ ശ്രദ്ധേയമാകുന്നു. ആൻസെ ഇവുമി റഗോണിലെ ബിഷപ്പായ ഇദ്ദേഹം ഹെയ്ത്തിയൻ ബിഷപ്പ് കോൺഫറൻസിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ദൈവത്തിന്റെ നാമത്തിൽ ഹെയ്ത്തിയിലെ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ അവസാനിപ്പിക്കാൻ ഞങ്ങൾ അധികാരികളോട് ആവശ്യപ്പെടുകയാണെന്നും വർദ്ധിച്ചു വരുന്ന തട്ടിക്കൊണ്ടുപോകലുകളിലും കൊലപാതകങ്ങളിലും ഞങ്ങളും സഭയും മടുത്തുവെന്നും ബിഷപ്പ് പറഞ്ഞു. ഇറ്റലിയുടെ തെക്കൻ നഗരമായ വെള്ളത്താൽ ചുറ്റപ്പെട്ട വെനീസിലേക്ക് അപ്പസ്തോലിക യാത്ര നടത്താൻ ഒരുങ്ങി ഫ്രാൻസിസ് പാപ്പ. ഏപ്രിൽ 28 നടത്തുന്ന യാത്രയിൽ വിശ്വാസികളുമായുള്ള കൂടിക്കാഴ്ചകൾക്ക് പുറമെ യൂദേക്കയിലെ വനിതാ ജയിലിലും വിയന്നയിലെ പരിശുദ്ധ സിംഹാസനത്തിന്റെ പവലിയനും പാപ്പ സന്ദർശിക്കും. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.